മോർണിംഗ് സിജു കണ്ണൻ. ഗുഡ് മോർണിംഗ്. ഓക്കെ സിജു, ഇപ്പോൾ ഏത് വേദിയിലാണുള്ളത്? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ഈ കലോത്സവം ഏറ്റെടുത്തിരിക്കുന്ന ജനങ്ങളുടെ ജനപങ്കാളിത്തവും സ്വീകാര്യതയും ഒക്കെ കണ്ട് അത്ഭുതപ്പെടുന്നു എന്നതാണ് സിജു കണ്ണൻ പറയുന്നത്. ഞെട്ടിപ്പോയത്രേ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാർ ഗവൺമെന്റ് വിമൻസ് കോളേജ് വഴുതക്കാട് 2ാം വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതായാലും കവി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ജനപങ്കാളിത്തമൊക്കെ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം എനിക്ക് ഈ ആളുകൾ കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ആളുകൾ എല്ലാ വേദികളിലേക്കും ഒഴുകിയെത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞായറാഴ്ച കൂടിയായിരുന്നു. അതുകൊണ്ട് നിരവധി പേർ ഈ കലാമത്സരങ്ങളിലെത്തുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, പിന്തുണക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ജനപങ്കാളിത്തം കൊണ്ട് തിരുവനന്തപുരം കലോത്സവവും ഒട്ടും പിന്നോട്ട് പോകില്ല എന്നാണ് ഏതായാലും തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല മത്സരങ്ങളിലും കണ്ടതാണ്, ആകർഷകമായ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മത്സരങ്ങളൊക്കെ പൂർത്തിയായി. മത്സരം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. തൃശ്ശൂർ, കണ്ണൂരൊക്കെ ആയിട്ട് മത്സരം നടക്കുന്നു. അപ്പോൾ ഇന്നും ആകർഷകമായ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ തന്നെ ഈ വിമൻസ് കോളേജ് ഇവിടെ പെരിയാറിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നത് മത്സരം കുച്ചിപ്പുടി മത്സരവും അതോടൊപ്പം തന്നെ തിരുവാതിര കളി മത്സരമുണ്ട്. മറ്റ് മത്സരങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരോട് പറയണ്ടേ? കാരണം ഈ തിരുവനന്തപുരത്തുകാർക്ക് ഒരു അറിയിപ്പ് എന്ന രീതിയിൽ നമുക്ക് ഈ മോർണിംഗ് ഷോയിൽ അത് ഒന്ന് പറയാൻ തോന്നുന്നല്ലേ? തീർച്ചയായും പറയണം. എല്ലാവരും അത് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നുണ്ട് എന്തൊക്കെ മത്സരങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്, ഏതൊക്കെ മത്സരങ്ങൾ പൂർത്തിയായി എന്ന കണക്കുകളൊക്കെ കൃത്യമായി തന്നെ പ്രേക്ഷകർ ആരായുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി ലോക്കൽ ഭാഷ. അപ്പോ വിനിഷ പറഞ്ഞതുപോലെ പ്രേക്ഷകർ ആരായുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ മത്സരങ്ങളുടെ ഒരു വിവരങ്ങൾ കൂടി അങ്ങോട്ട് പ്രേക്ഷകർക്ക് കൈമാറാൻ തോന്നുക. ഓരോ മത്സരങ്ങൾ എവിടെ നടക്കുന്നു, ഏതൊക്കെ വേദിയിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് പ്രത്യേകം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഞാൻ ഈ മോർണിംഗ് ഷോയിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ 1ാം വേദി MT നിളയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് കുച്ചിപ്പുടി തിരുവാതിര കളി മത്സരമാണ്. 3ാം ദിവസമാണ് ഇന്ന്. രാവിലെ 9:30 ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗേൾസിന്റെ കുച്ചിപ്പുടി മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം 2 മണിക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ തിരുവാതിരക്കളിക്കൊക്കെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ ഉണ്ടാകുന്ന ഒരു മത്സരമാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ പെരിയാർ ഗവൺമെന്റ് വിമൻസ് കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന മത്സരം നാടോടി നൃത്തമാണ് രാവിലെ നടക്കാൻ പോകുന്നത്. നാടോടി നൃത്തവും നിരവധി കാഴ്ചക്കാരുള്ള, ആസ്വാദകരുള്ള ഒരു ഇനമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കോൽക്കളി മത്സരം നടക്കുന്നു. ഇവിടെ തന്നെയാണ് ഗവൺമെന്റ് വിമൻസ് കോളേജ് പെരിയാറിൽ. 3ാമത്തെ വേദി പമ്പയാറാണ്. പമ്പയാറിൽ നാടകം നടക്കുന്നുണ്ട്. ഹൈസ്കൂൾ ദഫ്മുട്ട് മത്സരം നടക്കുന്നുണ്ട്. ദഫ്മുട്ട് മത്സരം അതിനുശേഷം ഭരതനാട്യ മത്സരം നടക്കും. നേരത്തെ തെറ്റിയതാണ്. ഇത് നാടക മത്സരം നടക്കുന്നത് നാളെയാണ്. നേരെ അച്ഛൻകോവിലാർ വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചവിട്ട് നാടക മത്സരം നടക്കുന്നുണ്ട്. ചവിട്ട് നാടക മത്സരത്തിന് സാധാരണ നിലയിൽ അധികം കാഴ്ചക്കാരെ അങ്ങനെ കാണാറില്ല. നിരവധി കലോത്സവത്തിൽ പോയ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. കരമനയാറിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള നടനം, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പരിചമുട്ട് മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൽ. ഏറ്റവും ആകർഷകമായ ഇനം ഉള്ളത് ഭവാനി നദിയിലാണ്. അനുകരണ കലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി സിനിമാ താരങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ കലാകാരന്മാർ ഉൾപ്പെടെ എത്തുന്നതാണ്. മിമിക്രി മത്സരം ഇന്ന് രാവിലെ 9:30 മുതൽ ഭവാനി നദി 6ാമത്തെ വേദിയിൽ നടക്കുന്നുണ്ട്. ആദ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോയ്സിൻ്റെ മത്സരമാണ്. മിമിക്രി ഹയർ സെക്കൻഡറി വിഭാഗം ഗേൾസിൻ്റെ മത്സരം അതിനുശേഷം നടക്കും. അതിനുശേഷം ഈ വേദിയിൽ വൃന്ദവാദ്യ മത്സരമാണ് നടക്കുന്നത്. വാമനപുരം നദി 7ാമത്തെ വേദി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം. ഇവിടെ നടക്കാൻ പോകുന്നത് മോണോ ആക്ട് മത്സരമാണ്. മോണോ ആക്ട് മത്സരം ഹൈസ്കൂൾ വിഭാഗം ആദ്യം നടക്കും. അതിനുശേഷം മോണോ ആക്ട് മത്സരം ഹയർ സെക്കൻഡറി വിഭാഗം നടക്കും ഗേൾസിൻ്റെ. അതിനുശേഷം വട്ടപ്പാട്ട് മത്സരത്തിനും കാഴ്ചക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ള ഒരു മത്സരമാണ്. പള്ളിക്കലാർ 8ാം വേദിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പള്ളിക്കലാർ നിർമ്മല ഭവൻ HSS കവടിയാറിലാണ്. അവിടേക്ക് പോയി കഴിയുമ്പോൾ തുള്ളൽ മത്സരമാണ്. തുള്ളൽ മത്സരം ഇങ്ങനെ പല വിഭാഗത്തിൽ ഇന്നലെ നടന്നിരുന്നു. തുള്ളൽ മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൽ ബോയ്സിൻ്റെ മത്സരം ആദ്യം നടക്കും. അതിനുശേഷം ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സിൻ്റെ മത്സരം നടക്കും.
കല്ലടയാറിലേക്ക് 9ാം വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടൺ ഹിൽ HSS ഓഡിറ്റോറിയം വഴുതക്കാടിലേക്ക് പോയി കഴിഞ്ഞാൽ കഥകളി സിംഗിൾ മത്സരം നടക്കും. കഥകളി സിംഗിൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം ഗേൾസ് ഉച്ചയ്ക്ക് ശേഷം നടക്കും. നേരെ മണിമലയാറിലേക്ക് 10ാമത്തെ വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശാസ്ത്രീയ സംഗീത മത്സരം നടക്കുന്നുണ്ട്, ദേശഭക്തി ഗാന മത്സരം നടക്കുന്നുണ്ട്. മീനച്ചിലാറിലേക്ക് ഇനി പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാൾ വെള്ളയമ്പലം, മദ്ദളം, തബല മത്സരങ്ങൾ നടക്കും. 12ാമത്തെ വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെണ്ടമേള മത്സരമാണ് നടക്കുന്നത്. ഇങ്ങനെ മുഴുവൻ വേദിയിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ തൽക്കാലം. ഏതായാലും പ്രധാനപ്പെട്ട ഒരു മത്സരങ്ങളുടെ വിവരമാണ് നൽകിയിരിക്കുന്നത്. ഓരോ മത്സരം കഴിയുന്നവരൊക്കെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മത്സരത്തിൻ്റെ ഒരു ആവേശവും വീറും വാശിയും എല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതോടൊപ്പം വരാനിരിക്കുന്ന മത്സരങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു വിവരം പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസവും ഈ കലോത്സവ വാർത്തകളുമായി കേരളീ ന്യൂസ് മുന്നോട്ട് പോയത്. വരുന്ന മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന മത്സരങ്ങളും അതുവരെ പൂർത്തിയായ മത്സരങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കൃത്യമായ അപ്ഡേറ്റ് എന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ്. ശരി സിജു കണ്ണൻ സമഗ്രമായി എല്ലാ വേദിയിലും എന്തൊക്കെ നടക്കുന്നു, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാ മത്സരങ്ങളുടെ കൃത്യമായിട്ട് അതാത് വേദികളിൽ എത്തിയാൽ മതി. അതെ, പ്രോഗ്രാം ചാർട്ട് ചെയ്ത് തന്നിരിക്കുന്നു. ഇനി അതൊക്കെ കേട്ട പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എത്തിയാൽ മതി എന്ന് മാത്രം. അതെ അതെ.